ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ഇത് വൻപയറാണ്. ഇത് തലേ ദിവസം കഴുകി കുതിർത്ത് വെച്ചതാണ്. ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വൻപയർ വെച്ചിട്ട് അധികവും നമ്മൾ പുഴുക്കൊക്കെ തയ്യാറാക്കുന്നില്ലേ, അതുപോലെ ഒരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ടുണ്ട്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളയണം. എന്നിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള നാടൻ കറികൾ കൂട്ടാനാണ്. അതാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കിയത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇന്ന് എടുക്കുന്നത് പപ്പായയാണ്. വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അതും കൂടി കഴുകി ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനൊരു കപ്പിൽ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ മതിയാകും. കാരണം കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ വേഗം അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിന്ന് തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിന് ഒരു വറവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരല്പം തേങ്ങ കൂടി ചേർത്തിട്ട് ആണിത് വറവാക്കിയിടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ വറവും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ കറി റെഡിയായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇതുപോലെയുള്ള കറികൾ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ കളറായ ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള വൻപയർ പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.